നമ്മുടെ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഈത്തപ്പഴം കൊണ്ട് അച്ചാറുണ്ടാക്കാം കേട്ടോ. അതിന് ഞാൻ ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി പച്ചമുളക്, ഒരു 4 പച്ചമുളകും ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് പയ്യനെ തിളപ്പിച്ചെടുക്കാം. ഈ ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ടിട്ടേ ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ചോട്ടെ കിടന്നു. പയ്യനെ ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് ഈ അടുപ്പത്തേക്ക് മാറ്റാം. ഇത് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം. ഇത് ഈ അടുപ്പത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചെറുതി ഇതിൽ വയ്ക്കാം കേട്ടോ. ചെറുതായിട്ട് തിളച്ചോളും. ഈ അടുപ്പത്തേക്ക് വെക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതോടക്കണം ഒന്ന് തിളക്കട്ടെ. വയ്യന നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാനിടാം. നല്ലെണ്ണ എടുക്കണം കേട്ടോ. കുറച്ചെണ്ണ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കോട്ടെ. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് മൂത്തോട്ടെ കേട്ടോ. അതെല്ലാം കൂടി മൂത്ത് വരാറായിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് പയ്യനെ ചെറുതാക്കി കൊടുക്കാം. ഈന്തപ്പഴം ഓഫാക്കുവാണ്. അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുക്കാം. കായപ്പൊടിയാണ്. പിന്നെ ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നോക്കട്ടെ. തീ കുറച്ച് വയ്ക്കണം കേട്ടോ.
ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഈന്തപ്പഴം നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്, എന്നാലേ അതിന് നിറം കിട്ടുള്ളൂ. എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിനാഗിരി അല്ല ചേർക്കണത് കേട്ടോ. ഇതിന് ഓറഞ്ച്, നമ്മുടെ ചെറിയ ഓറഞ്ചില്ലേ, അതിൻ്റെ ജ്യൂസാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതിന് നല്ല പുളിയാണല്ലോ. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. വിനാഗിരി ഒഴിച്ചിട്ടില്ല, വേണമെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. കായൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചമുളക്, കാശ്മീരി മുളക് ചേർത്തതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ട് നല്ല എരിവുണ്ട്. കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല എരിവുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കാം. നമ്മളിത് ഇവിടെ ഉണ്ടാക്കിയ വിനാഗിരിയാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല, ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇപ്പം ഈന്തപ്പഴ അച്ചാർ റെഡിയാണ് ഇവിടെ. ഇപ്പം നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കുവാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നെ ഹെൽപ്പ് ചെയ്യുക എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.